ഹായ് നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോളറായ IM വിജയൻ സാറാണ്. അപ്പോൾ IM വിജയൻ സാറിൻ്റെ ഒരു സൂപ്പർ പ്രസംഗം, കിടിലൻ പ്രസംഗം നിങ്ങൾക്ക് ഇന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ. പാട്ട് പാടാനായിരിക്കും അത് കണ്ടിന്യൂ ആണ്. ഇപ്പോഴത്തെ കാലത്ത് ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇത് എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ ലഹരി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരിക്കണവരെ എൻ്റെ കൂടെ ഉണ്ടാവും. മറ്റൊക്കെ ഷോർട്ട് പീരീഡാണ്. നമ്മുടെ ജീവിതം കട്ടപ്പോകാവുന്ന, ഫാമിലി കട്ടപ്പോകാവുന്ന സാധനങ്ങളാണ്. ഞാൻ 5-5 തോറ്റിട്ടുള്ളതാണ് സ്കൂളിൽ. പഠിപ്പിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ സ്കൂള് CMS സ്കൂള്, എനിക്കൊരു ടീച്ചറുണ്ടാവും, പ്രഭാവതി എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും അറിയിക്കൊക്കെ വേണം. ആ ടീച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് നേരെ പയ്യ വരാണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചിട്ടുണ്ടോ നേരെ പയ്യാണ്. ഞാൻ പറഞ്ഞു ചോറുണ്ടാകുന്നില്ല ടീച്ചർ. അപ്പോൾ ടീച്ചർ ചോദിച്ചു കളവാകും. അപ്പോൾ അമ്മേനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അമ്മ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ അരി വയ്ക്കാൻ ചോറ് വയ്ക്കാൻ അരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ നേരെ കഴിയുന്നത്. പക്ഷെ ആ ടീച്ചർ അന്ന് മുതൽ എന്നും ഒരു പൊതി ചോറ് എനിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കൊടുക്കും. അപ്പം അങ്ങനത്തെ ടീച്ചർമാർ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? പിള്ളേരെ സ്നേഹിക്കുന്ന ടീച്ചർമാർ ഇപ്പോഴും ഉണ്ടാവും. അപ്പം എൻ്റെ തുടക്കമൊക്കെ അവിടുന്നാണ്. അപ്പോൾ എനിക്ക് സെവൻസ് കളിക്കാൻ പോകും. ആ സമയത്ത് ഞാൻ സെവൻസ് കളിക്കാൻ പോകുമ്പോൾ ടീച്ചർ 2 മിനിറ്റ് ചോദിക്കും, ടീച്ചർ അങ്ങനെ സെവൻസ് ഉണ്ട് 10 രൂപയൊക്കെ കിട്ടും. മെയിനായിട്ട് ഭക്ഷണം കിട്ടും, ഇറച്ചി പൊറോട്ടയും കിട്ടും. അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ടീച്ചർ വിടും, 2 മിനിറ്റൊക്കെ നേരത്തെ വിടും. 2 മിനിറ്റ് നേരത്തെ വിടും. അപ്പോൾ ഞാൻ സെവൻസൊക്കെ വെച്ച് ബൂട്ടിലാണ്ടൊക്കെ കളിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് ബൂട്ടിലാണ്ട് കളിക്കുക. അപ്പോൾ കളിക്കാൻ പോകും. 8 മിനിറ്റ് വന്നിട്ട് കാശ് കൊടുക്കും. അങ്ങനെ കളിച്ച് എനിക്കൊരു 17 വയസ്സിൽ പോലീസിൽ നിന്ന് ട്രെയിനിൽ പോയി. അപ്പോൾ അതിൻ്റെ ചെറിയ ചെക്കനെ ഞാൻ പറഞ്ഞു. അതൊക്കെ ബൊമ്പർ സ്റ്റാർസ് പറഞ്ഞത് സത്യമായിട്ട് പാപ്പച്ചൻ അങ്ങനെയൊക്കെ വലിയ വലിയ പ്ലേയേഴ്സിൻ്റെ കൂടെ ഞാൻ കളിച്ചത്. അപ്പോൾ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ സെവൻസൊക്കെ നന്നായി നടക്കുന്ന സമയത്ത് അതാണ് ഓരോ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് കരുണാകരൻ സാറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ ഞാൻ പൊക്കോട്ടെ നാട്ടിൽ പോയിട്ട് എന്ന് വിളിച്ചാൽ വേണം. പക്ഷെ എന്നെ വിടാണ്ടിരുന്ന് പോയി. ഒരു 6 മാസം അവിടെ ഗസ്റ്റ് കളിച്ചു. പക്ഷെ ആ ഗസ്റ്റ് കളിച്ചൊക്കെ വലിയ വലിയ പ്ലേയേഴ്സിൻ്റെ കൂടെ. എൻ്റെ കറക്റ്റ് 18 വയസ്സിൽ പോലീസിൽ അപ്പോയിൻമെൻ്റ് ആയി. പിന്നെ പോലീസിൽ കണ്ടിന്യൂസ് കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മോഹൻബാലിൽ പോയി. മോഹൻബാലിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ഇവിടെ എൻ്റെ കളി കണ്ടുള്ളവരൊക്കെ എന്നെ കുറച്ചേക്ക് വിളിച്ചിട്ടുണ്ടാവും. കാരണം മെയിനായിട്ട് എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൽക്കട്ടയിൽ പോയത്. അന്ന് പ്രൊഫഷണൽ അവിടെയാണ്. അവിടെ പോയി കൽക്കട്ടയിൽ പോയി അവിടെ കളിച്ച്. അപ്പോൾ സ്ഥലം മേടിച്ചപ്പോൾ പാടായിരുന്നു. അപ്പോൾ റിലീസ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഈ കരുണ സാറിനെ കണ്ട് പറഞ്ഞ് അപ്പോൾ എനിക്കത് മാറ്റി തന്ന്. പിന്നത്തെ കൊല്ലം പോയത് ഞാൻ തിരിച്ചിട്ട് തന്നെ വന്നു. പോലീസിൽ തന്നെ വന്നു. 91 പോയി. 92, 93 തിരിച്ചു വന്നു. സന്തോഷം തിരിച്ചു. ഞാൻ വീണപ്പോൾ എനിക്ക് ഡബിൾ പ്രൊമോഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഡബിൾ പ്രൊമോഷനൊന്നും പേടിക്കാണ്ട് ഞാൻ തിരിച്ച് കളിക്കട്ടെ പോയി. പിന്നെ 16 വർഷം കഴിഞ്ഞ് വന്നിട്ടാണ് കൊടിയേരി സാറ് ചോദിച്ചത് എൻ്റെ പോലീസും പേടിയായിട്ട് പോയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് പേടിയായിട്ട് പോയതല്ല, എനിക്ക് വീടുണ്ടായിരുന്നില്ല, അതാണ് കൽക്കട്ട പോയത്. അങ്ങനെ വീട് വെച്ച് കൊടിയേരി സാറ് തിരിച്ചെടുത്തു. വീട്ടിൽ പോലീസിൽ കയറിയിട്ട് ഞാൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു. ഡെപ്യൂട്ടി കമാൻഡായിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. അപ്പം പിന്നെ 2 ഡോക്ടറേറ്റ് ഉണ്ട്. അതും കേട്ടോ. അത് പഠിപ്പ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പഠിക്കാത്തതിനെ കുറിച്ച് എനിക്ക് ഫീലായി പുറത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലായി. പഠിക്കാത്ത അതിൻ്റെ കാര്യം. കാരണം എന്തെങ്കിലും എഴുതി കൊടുക്കുന്നത് തന്നെ ഒന്നിനെ സത്യമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോബുണ്ടാവും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അന്നൊക്കെ ഞാൻ പൊട്ടി മറ്റൊരു ഇതിലിങ്ങനെ എഴുതി കൊടുക്കണം പാസ്പോർട്ടിനൊക്കെ. ഞാൻ ജോബുള്ള നല്ല സത്യമായിട്ട് അവർ എഴുതി കൊടുക്കും. അപ്പോൾ പഠിപ്പ് നഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല ടൈമാണ്. ഇപ്പോൾ പഠിപ്പില്ലാത്ത ബുദ്ധിമുട്ട് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇവിടെ വരാൻ പറ്റിയും സാർ ഇത്ര വലിയൊരു വേദി ഒരുക്കിയതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. പക്ഷേ ഞങ്ങളുടെ സ്നേഹമാധ്യമമാണ് രാജ്യം തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഒക്കെ ഞങ്ങൾ രാജനാണ് വിട്ടുകഴിഞ്ഞത്. ഏത് ഭാഗത്താണെന്ന് അറിയുമോ? നമ്മുടെ വിനയനില്ലേ ജില്ലാ പാണഞ്ചേരി ആ ഭാഗത്ത് അവർ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നാൽ
അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ടാലൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങളെ ചിലപ്പോൾ അധികം തിരിച്ചറിയുന്നു. ഇദ്ദേഹത്തെ മന്ത്രി കെ രാജൻ ഞങ്ങളെ അറിയില്ല, പക്ഷെ ഞങ്ങളെ അയാൾക്ക് തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത്. അതായത് വലിയൊരു നിയോജകമണ്ഡലത്തിൻ്റെ സ്നേഹഭാജനം ഏറ്റുവാങ്ങിയ ആളാണ്. അതിനിയും എന്നും നാളെയും മറ്റന്നാളും അങ്ങനെയായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിവായപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. കാരണം ഈ ഒരുപാട് നേരം എനിക്ക് സംസാരിച്ചിരിക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിലെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പുസ്തകം എഴുതണം. ഞാൻ പുസ്തകം എഴുതുമ്പോൾ അയാൾ പറയാൻ എന്നോട് എന്നാൽ നിങ്ങളാദ്യം പുസ്തകം എഴുതി ഞാൻ എഴുതണം. അപ്പോൾ രാജൻ എനിക്ക് വേറൊരു ബന്ധം കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയണ്ട അല്ലേ, പിന്നീട് പറയാം, സമയമില്ല. അപ്പോൾ സാറ് പറഞ്ഞു 5 മിനിറ്റിൽ സംസാരിക്കണമെന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് തിരക്കില്ല. ഞാൻ വേറെ കാര്യം, ഞാനിപ്പോൾ ബാലൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടോ, അത് ഒരു ബാലൻ കാണണം കേട്ടോ, ഒരു സിനിമ, അതിലൊരു പാട്ടുണ്ട്, കണ്ടോ കണ്ടോ താക്കോല്. നിങ്ങളൊക്കെ പഠിപ്പ് കുട്ടികളായതുകൊണ്ട് സിനിമ കാണാൻ പോകുന്നത് അല്ലേ. കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞിത്തവളയുടെ താക്കോല്, കട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്. കേട്ടോ പാട്ട് കേട്ടോ? ഇതെപ്പോ കേട്ടോ? കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞന്തവളുടെ താക്കോല്, കട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്. അത് കേൾക്കണം കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ പഴയ പാട്ടാ. നമ്മുടെ മുല്ലനെഴുതിയ ഒരു പാട്ട് ഇതാണ്. അതായത് ചെറവരമ്പത്ത് ചിരുതേഹിക്കാവ് ചിരുതേഹിക്കാവിലെ തിരുനടത്താക്കോല് തിരുടാനെടുത്തിട്ടു. തിരുടെന്ന് പറഞ്ഞാൽ കാണാൻ. ചെറവരമ്പത്ത് ചിരുതേഹിക്കാവ് ചിരുതേഹിക്കാവിലെ തിരുനടത്താക്കോല് തിരുടാനെടുത്തിട്ടു. കരുമാടിപ്പിള്ളയിൽ ചറയിലൊളിച്ചിട്ടോ, തിരികിയൊരരയുടെ വികൃതമെടുത്തിട്ടോ. അങ്ങിനെയോ ഇങ്ങിനെയോ എങ്ങിനെയോ ഓയേഹോ. പിന്നെ താക്കോലന്വേഷണം നടക്കല്ല അവർ. ഗോപുരവാതിൽ മുറ മലർക്കെ തുറന്ന് ഗോപി അണിഞ്ഞ ചരാത്. അങ്ങനെ താക്കോലന്വേഷിച്ച് നടക്കുകയാണ്. ഇങ്ങനെ അവസാനം പാട്ട് ചോദിക്കുകയാണ്, മണ്ണ് കൊണ്ടുള്ളൊരു താക്കോലല്ല മണ്ണാണെങ്കിൽ ഉടഞ്ഞു കണ്ടേനെ. പൊന്നുകൊണ്ടുള്ളൊരു താക്കോലല്ല പൊന്നാണെങ്കിൽ തിളങ്ങിക്കണ്ടേനെ. ഇരുമ്പ് കൊണ്ടുള്ളൊരു താക്കോലല്ല ഇരുമ്പാണെങ്കിൽ തുരുമ്പ് കണ്ടേനെ. അവസാനം മണ്ണല്ല പൊന്നല്ല മരമല്ല താക്കോല്, മനസ്സിലുറങ്ങണോരൊന്നാം തരം തങ്കസ്വപ്നമല്ലോ. ആ തങ്കസ്വപ്നമാണ് രാജനെ മന്ത്രിയാക്കിയത്, എഞ്ചിനീയറായ രവിയേട്ടനെ സിനിമാകാരനാക്കിയത്, IM വിജയനെ കോഴിക്കോടറാക്കിയത്, ശിഖാ സുരേന്ദ്രനെ IAC-യിലാക്കിയത്, പിന്നെ ഹരിശ്രീ അശോകനെ നടനാക്കിയത്, മേരി തോമസിനെ ഏറ്റവും വലിയ ജനനേതാവാക്കിയത്. അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളൊക്കെ ഈ തങ്കസ്വപ്നമാണ്. ആ തങ്കസ്വപ്നം ഒരു താക്കോലാണ്. നിങ്ങൾ ആ താക്കോലിട്ട് തുറക്കണം. നേരത്തെ പറഞ്ഞതിന് വിട്ട് ഒന്നും പറയാനില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്വപ്നത്തിൻ്റെ താക്കോൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തുറന്നുകൊണ്ട് നിങ്ങൾ വേറെ കാര്യം, ഈ ദൈവത്തിനെ പേടിക്കരുത്. പരീക്ഷ വന്നാൽ നമ്മൾ അദ്ദേഹത്തെയാണ് പേടിക്കുക, അദ്ദേഹത്തെ സ്നേഹിച്ചാലേ എന്നുള്ളത്. അതുപോലെ അധ്യാപകരെ പേടിക്കരുത്, അവരെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്ന ഒരാളുണ്ട്, ഭയത്തോടു കൂടി ഒന്നിനും സമീപിക്കാതിരിക്കുക. ഭയത്തോടു കൂടി സമീപിച്ചാൽ അത് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കുക, പരീക്ഷയെ സ്നേഹിക്കുക, പുസ്തകങ്ങളെ സ്നേഹിക്കുക, വിഷയങ്ങളെ എല്ലാം സ്നേഹം കൊണ്ട് ആണ് നിങ്ങൾ ഇതിനൊക്കെ കീഴടക്കേണ്ടത്. തോൽവിയെ തോൽപ്പിക്കുക, വിധിയെ തോൽപ്പിക്കുക. എന്താണോ നമുക്ക് എതിരെയുള്ള വിധി ഉണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കുക. തോറ്റോടും നമ്മൾ പറയുകയാണെങ്കിൽ തോൽവിയുടെ തലക്കടിച്ച് അവനെ തോൽപ്പിക്കുക. ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുക. എന്താണ് ആവേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത് ആവാതിരിക്കുക. അപ്പം എന്താ പ്രശ്നം എന്ന് പറയുക, അച്ഛനും അമ്മയും തീരുമാനിച്ച വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇന്നിവിടെ നമ്മുടെ പത്രപ്രവർത്തകൻ എന്താണ് പേര്, അഭിലാഷ് സംസാരിച്ചില്ല, അയാളുടെ വിജയം
മന്ത്രി രാജൻ മന്ത്രിയായ ഇപ്പോഴും ജനപ്രതിനിധിയായ വിജയം, പോൾ തോമസ് സാറിൻ്റെ വിജയം, എൻ്റെ വീട്ടിലെ വിജയം. ഞാൻ വിജയിച്ചോന്നും എനിക്കറിയില്ല. ഞാനിപ്പോഴും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് നാടിനും വീടിനും അച്ഛനമ്മമാർക്കും പഠിച്ച സ്കൂളിനും വിദ്യാലയങ്ങൾക്കും എല്ലാത്തിനും ഒരു വലിയ അഭിമാനമായി മാറുക. അതിലെല്ലാവരെയായിട്ട് നല്ല തൃശ്ശൂർക്കാരായി മാറുക. എന്തൊരു തേങ്ങ പറഞ്ഞിട്ട് നീ പോയ തേങ്ങ തിരിച്ചു പറയുക, അതിനൊക്കെ വലിയൊരു സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും മിടുക്കന്മാരാവുക. മാതൃകകൾ ഇവരൊക്കെയാണെങ്കിലും യഥാർത്ഥ മാതൃക നമ്മൾ തന്നെയാണ്. നമ്മൾ വളർന്നു വരുന്ന എന്താണോ അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഉള്ളിലുണ്ട് ആരാമെന്നുള്ളത് അതിനെ തിരിച്ചറിഞ്ഞാൽ മതി. അത് നിങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കലയിൽ താല്പര്യമുള്ളവർ എല്ലാവരും കലാകാരന്മാരാവുക. പാട്ടുപാടാൻ അറിയുന്ന കുട്ടികളൊക്കെ പാട്ടുകാരാവുക കേട്ടോ. നല്ല പാട്ടുപാടാൻ അറിയുന്ന കുട്ടികൾ പാട്ട് മറക്കാതിരിക്കുക, പാട്ടിനെ പാട്ടിലാക്കുക. അഭിനയിക്കാൻ അറിയുന്നവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാവുക. ചിത്രം വരയ്ക്കാൻ അറിയുന്നവർ ചിത്രകാരന്മാരാവുക. കലയിൽ താല്പര്യമുള്ള ശില്പികളാവുക. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പുതിയൊരു പൗരനെ വാർത്തെടുക്കുക. എല്ലാവരും നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാവുക. അരാഷ്ട്രീയമാണ് ഇന്ന് കാണുന്നതൊക്കെ. ഒരു ശക്തവും കൃത്യവുമായ ഒരു പക്ഷത്ത് നിലയുറപ്പിക്കുക. അങ്ങനെ ഈ നാടിൻ്റെ എന്താ പറയേണ്ടത് പതാക ഉയർത്തിപ്പിടിക്കുക. എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസ.